നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ? അതിന്റെ കുറെ ആശങ്കകളും അതിന്റെ ഒരു വെപ്രാളവും അതിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ മാക്സിമം ഡീകോഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. സോ ഏതെല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്, നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോ ഏതാ? അല്ലെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതിന്റെ ഒരു പാർട്ട് 1 ഉണ്ട്, അത് കണ്ടിട്ട് വരിക. എന്നാൽ മാത്രമേ ഈ വീഡിയോ ഉപയോഗപ്പെടുള്ളൂ. എന്താണ് അതിനകത്ത് പറയുന്നത്? ഒന്നാമത്തത് പോസ്റ്റ് അനാലിസിസ്. അതായത് ഇന്നലെ നമ്മൾ ഇട്ട പോസ്റ്റ് അനാലിസിസിന്റെ വീഡിയോ, ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഓരോ പോസ്റ്റും ഏതേത് പോസ്റ്റുകളാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഒരു ജോലി സ്വഭാവം ഉണ്ടല്ലോ, ജോബ് നേച്ചർ. ഈ ജോബ് നേച്ചർ അറിയണമെങ്കിൽ ആ പോസ്റ്റിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ നമുക്ക് വേണം. എന്നിട്ട് എന്തിനപ്പം നമുക്ക് ധാരണ ഉണ്ടായിട്ട് നമുക്ക് ഏതെങ്കിലും ജോലിക്ക് പോയാൽ പോരെ? അതല്ല നിങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് ജോലി കിട്ടിയാൽ മതി ചോദിക്കുന്നതെങ്കിൽ ഓരോ ജോലികളും, ഇപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരൊറ്റ ജോലിയുടെ പേരല്ല, അതില് ഒരുപാട് 14ഓളം ജോലികളുണ്ട്. ആ ജോലിക്ക് പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കിട്ടുക. നമ്മളൊരു പ്രിഫറൻസ് സെറ്റ് ചെയ്യും. അതിൽ ആദ്യത്തെ പ്രിഫറൻസ് ഉള്ള ജോലി അനുസരിച്ച് നമ്മുടെ മാർക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ജോലി ലഭിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് പറ്റിയ ജോലി തന്നെ ആദ്യം വയ്ക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് വേണം പ്രിഫറൻസ് വയ്ക്കാൻ. അതനുസരിച്ചായിരിക്കും നമുക്ക് ജോലി ലഭിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജോലികളെ പറ്റി അറിഞ്ഞിരിക്കണം, പോസ്റ്റുകളെ പറ്റി, തസ്തികകളെ പറ്റി അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആ പ്രിഫറൻസ് സെറ്റാക്കി വെക്കണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ആദ്യത്തെ വീഡിയോ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് സെറ്റാക്കി വയ്ക്കുക. ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുക, ആ വീഡിയോ പോയി കാണുക. എന്നിട്ട് ഈ പോസ്റ്റ് പ്രിഫറൻസ് സെറ്റാക്കി ഒരു പേപ്പറിൽ എഴുതി സെറ്റാക്കി വെക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത് എന്താ? മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1, A2, A3 അല്ലെങ്കിൽ C1, B1, B2 ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പോസ്റ്റ് കൊടുത്താൽ എനിക്ക് അതിന് ജോലിയിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എനിക്കൊരു മെഡിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, മെഡിക്കൽ ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ ഞാൻ ക്വാളിഫൈ ആവുന്ന മെഡിക്കൽ ക്വാളിഫൈ ആവുന്ന പോസ്റ്റിന് മാത്രമേ എനിക്ക് ജോലി കയറാൻ പറ്റുള്ളൂ. സോ ഓൾറെഡി പ്രിഫറൻസ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോൺ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ സോണിൽ മെഡിക്കൽ ഞാൻ ക്വാളിഫൈ ചെയ്യുന്ന ഒഴിവുകൾ എത്ര ഉണ്ടെന്നൊരു ധാരണ വേണം. അങ്ങനെ വേണം സോൺ സെലക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഈ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ A1 ഉള്ള ആളാണോ, A2 ഉള്ള ആളാണോ, A3 ഉള്ള ആളാണോ, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈ 2 വീഡിയോയും കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് സോൺ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഔട്ട് ടു അപ്ലൈ വീഡിയോ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടിട്ട് വരിക. സോ ഇതൊരു പാക്കേജ് പോലെയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ മാക്സിമം ഒഴിവാക്കാം. നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് വിചാരിക്കുന്ന പോലത്തെ ജോലി കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തെല്ലാണ്? ഒന്നാമത്തെ, കൂടുതൽ വേക്കൻസി ഉള്ള സോൺ ഏതാണ്, ഏത് സോണിലാണ്, അല്ലെങ്കിൽ ഏത് ആർ ആർ ബി ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ക്ഷണിച്ചിട്ടുള്ളത് ഈ കൊല്ലം. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും ഒരു ക്രൈറ്റീരിയ ആണ്, അപ്ലൈ ചെയ്യുന്ന ഒരു മാനദണ്ഡമാണ് വേക്കൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത്, കേരളത്തിൽ ജോലി ലഭിക്കുവാൻ സാധ്യത ഏത് ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്താലാണ്? കേരളത്തിൽ ജോലി കിട്ടണം. എനിക്ക് എന്റെ വീടിന്റെ അടുത്ത്, ബേസിക്കലി കേരളത്തിലെങ്കിലും ജോലി കിട്ടാൻ സാധ്യത, റെയിൽവേ പോലത്തെ പരീക്ഷയല്ലേ, ഇന്ത്യൻ റെയിൽവേസ് ആണ്, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് റെയിൽവേ, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. സോ അതിൽ ഇനി കേരളത്തിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യണം, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ പ്രാധാന്യം എന്താണ്, എന്തിനാ ഇപ്പൊ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുന്നത് ഒരു സോൺ സെലക്ട് ചെയ്യാൻ നേരത്ത്, അതും പറയുന്നുണ്ടാവും. മുൻവർഷ കട്ട് ഓഫ്, പ്രീവിയസ് ഇയറിലെ 2022 നടത്തിയതും 2018 നടത്തിയ പരീക്ഷയുടെയും കട്ട് ഓഫിന്റെ പ്രാധാന്യം എന്താണ്, അത് നോക്കണോ വേണ്ടയോ, അത് നോക്കി വേണോ സോൺ സെലക്ട് ചെയ്യാൻ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അവസാനം വരെ ഈ വീഡിയോ കാണുക, എന്നിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കയറുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഒരു തെറ്റ് വരുത്തുന്നതുകൊണ്ടോ, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, ആപ്ലിക്കേഷനിൽ ഒരു തെറ്റ് വരുത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സമയത്ത് ഒരു തെറ്റ് വരുന്നത് കൊണ്ടോ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവാൻ പാടില്ല. നമ്മൾ ഡിസ്ക്വാളിഫൈ ആവുന്നത് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പഠിച്ച കാര്യങ്ങളിൽ തെറ്റ് പറ്റിപ്പോയി, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, കുഴപ്പമില്ല. പക്ഷെ ഇതുപോലുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള പണിക്ക്, എളുപ്പമുള്ള ജോലിക്ക്, ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ് ഒക്കെ സെറ്റാക്കി വെക്കുക എന്നുള്ള എളുപ്പമുള്ള ഒരു പണിയല്ലേ, ആ പണി തെറ്റിപ്പോകുന്നതുകൊണ്ടോ അതിൽ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ ജോലി പോകരുത്. ആർ ആർ ബി നേരെ റിജക്ട് ചെയ്ത് കളയും അങ്ങനെയുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ. സോ അവിടെ ശ്രദ്ധിക്കുക, ഇത് കാരണം ജോലി നമ്മളെ പോകരുത്. നമ്മൾ പഠിച്ചില്ല, ഉഴപ്പി അതിൽ ജോലി പോകുന്നു ചെയ്യാനില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ജോലി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ
RRBക്ക് ഏകദേശം 16ഓളം സോണുകൾ ഉണ്ട്. 17 ഇവിടെ എഴുതിയേക്കുന്ന ഒന്ന് കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേയിലേക്ക് വിളിച്ചിട്ടില്ല. സോ ഏകദേശം 16ഓളം സോണുകൾ ഉണ്ട്. ഓക്കെ, എന്താണ് സോൺ? നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിനെ 16 സോണുകളായി തിരിച്ചിട്ടുണ്ട്. 16 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ സോണിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത്. ഈ 32,000-ഓളം ഒഴിവുകള് വിളിച്ചിട്ടുള്ളത് എന്താണ്? 32,000-ഓളം ഒഴിവ്, 32,458 എന്തോ ആണ്. 32,000-ഓളം ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഈ 16 സോണിലേക്ക് വേറെ വേറെയാണ്. ചെന്നൈയിലേക്ക് വേറെ ഒഴിവ്, കൊൽക്കത്തയിൽ വേറെ ഒഴിവ്, മുംബൈയിൽ വേറെ ഒഴിവ്, അങ്ങനെ ഓരോ സോണിലും അല്ലെങ്കിൽ ഓരോ RRBയും ഓരോ സോണിലേക്ക് വേറെ വേറെ ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 16 സോണുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സോണുകൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ എഴുതിയ ലിസ്റ്റ് അടുത്ത PPTയിൽ അത് വരും. അപ്പൊ ഒന്നുകൂടെ കാണാട്ടോ, പേടിക്കണ്ട. സോ ഒരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്ന്, എനിക്ക് അതിനുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ? എനിക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കുന്ന ജോലികളുള്ള സോൺ ഏതാണ്? ഇപ്പൊ എനിക്ക് തീരെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളാണ്, എന്റെ ഐ സൈറ്റിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചെറിയ മെഡിക്കലി ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ജോലികൾ, രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെന്ന് വിചാരിക്കുക. സോ എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന് ഒത്ത് ഒഴിവുകൾ കൂടുതലുള്ള സോണിൽ വേണം കൊടുക്കാൻ, അല്ലെ? സോ ഒന്നാമത്തെ ക്രൈറ്റീരിയ അത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ഞാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റുകൾ. ഇപ്പൊ എന്റെ മനസ്സിൽ കുറച്ച് പോസ്റ്റുകൾ, ഞാൻ ഇന്നലെ പോസ്റ്റിന്റെ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന കുറച്ച് പോസ്റ്റുകൾ എനിക്ക് വേണ്ടേ. ആ പോസ്റ്റുകൾ ആ സോണിൽ ഉണ്ടോ? ആ പോസ്റ്റുകൾക്ക് ആ സോണിൽ ഒഴിവ് കൂടുതലുണ്ടോ? ഇപ്പൊ എനിക്ക് 1-2 പോസ്റ്റ് മാത്രം മതി, വേറൊരു പോസ്റ്റ് എനിക്ക് വേണ്ടെങ്കിൽ ആ പോസ്റ്റിന് ഒഴിവ് കൂടുതലുള്ള സോണിൽ കൊടുക്കണ്ടേ? സോ പോസ്റ്റിന്റെ പ്രിഫറൻസും ആ പോസ്റ്റിന്റെ അവൈലബിലിറ്റിയും ആ സോണിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഓക്കെ, അതുപോലെ വേക്കൻസി, മൊത്തത്തിൽ എത്ര വേക്കൻസി ഉണ്ട് ആ സോണിൽ. പൊതുവേ കുറവ് വേക്കൻസി ഉള്ളിടത്ത് എല്ലാ പോസ്റ്റിനും കുറവായിരിക്കും, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, അല്ലെ? അതും നോക്കണം. അടുത്ത, നിങ്ങൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് കേരളത്തിൽ ജോലിയാണെങ്കിൽ മതി, അല്ലെങ്കിൽ എനിക്ക് ജോലി വേണ്ട എന്നുള്ള ആളാണെങ്കിൽ അതും നമുക്ക് നോക്കിയാലേ പറ്റുള്ളൂ ഏത് RRB കൊടുത്താലും കേരളത്തിൽ കിട്ടുകയെന്ന്. അതുപോലെ കട്ട് ഓഫ്, മുൻ വർഷത്തെ കട്ട് ഓഫ്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ചിട്ട് സോണിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അതുകൂടെ നോക്കാം. ഈ 5 കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സോൺ സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഏത് സോണാണ് പറ്റുന്നത് എന്നുള്ളത്. ഞാൻ വ്യക്തമായിട്ട് ഇന്ന സോൺ വേണമെന്ന് പറയില്ല. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ഞാൻ പറയുന്ന ഇൻപുട്ടുകളെല്ലാം എടുത്തിട്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സോണിൽ എത്താൻ പറ്റും അവസാനം. ഓക്കെ, ഈ ക്രൈറ്റീരിയാസ് എല്ലാം വെച്ചിട്ട് ഞാൻ പറയുള്ളൂ, അല്ലാതെ പറയില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഏതാണ്? 08/2024 ഇതുപോലെ കുറെ ടേബിളുകളായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? അനക്സ്റ്റർ ബിയില് കുറെ ടേബിളുകളായിട്ടാണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡീകോഡ് ചെയ്യാം. നമുക്ക് വേണ്ട വേക്കൻസികൾ എവിടേക്കാ ഉള്ളതെന്ന് നോക്കാം. അതിന് മുന്നേ ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവാം, നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതിന് മുന്നേ റെയിൽവേയുടെ സോണുകൾ ഏതൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? 16 സോണുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഒന്ന് കൊങ്കൺ റെയിൽവേ ആണ്, ഇല്ല. സോ ഈ 16 സോണുകൾ ഇതെല്ലാമാണ്. ഓക്കെ, അതിൽ തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്തുള്ള സോണുകൾ ഏതൊക്കെയാ? ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയുടെ മാപ്പ് അല്ലേ, മനസ്സിലാവുമല്ലോ. നമുക്ക് ഏകദേശം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഏകദേശം ഈ ഒരു രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിന് അടുത്തുള്ള സോണുകൾ ഏതൊക്കെയാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് സതേൺ റെയിൽവേ, നമ്മുടെ സോൺ സതേൺ റെയിൽവേ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്താലാണ് സതേൺ റെയിൽവേയിൽ ജോലി കിട്ടുക. അടുത്തതോ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, ഹുബളിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. RRB ബാംഗ്ലൂർ. ഏതാണ് സതേൺ റെയിൽവേ? സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഏതാണ്? 10ാമത്തെ നമ്പറിൽ കിടക്കുന്നത് ബാംഗ്ലൂരുള്ള ഏരിയ. സോ ചെന്നൈ ബാംഗ്ലൂർ അടുത്തടുത്തായി. പിന്നെ അടുത്തുള്ള ആൾ 6ാമത്തെ ആളാണ്. 6ാമത്തെ ആൾ ആരാ? സിക്കന്ദരാബാദ്. RRB സിക്കന്ദരാബാദിൽ അപ്ലൈ ചെയ്താലാണ് നമുക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ജോലി കിട്ടുക. ഓക്കെ, സോ 6ാമത്തെ ആള്. സോ ബേസിക്കലി ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ സൗത്തിൽ ഈ 3 സോണുകളുള്ളത്. ഓക്കെ, പക്ഷെ നമുക്ക് ബാക്കി 2 ആൾക്കാരോട് നോക്കാം. 17ാമത്തെ ആൾ കൊങ്കൺ റെയിൽവേ ആണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഒഴിവുകളില്ല. പിന്നെ ഉള്ളതാരാ? 8ഉം 15ഉം. 8ാമത് സെൻട്രൽ റെയിൽവേ മുംബൈ RRBയിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ 15ാമത്തത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ RRBയിൽ അപ്ലൈ ചെയ്യണം. സോ ബേസിക്കലി RRBകൾ മനസ്സിലായില്ലേ? സൗത്തിലുള്ള RRB മനസ്സിലായില്ലേ? ഓക്കെ, സൗത്തിൽ ഇത്രയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഈ 5 എണ്ണം നമുക്ക് സൗത്തിന് അടുത്ത് കിട്ടുക, കേരളത്തിന് അടുത്ത് കിട്ടാൻ സാധ്യതയുള്ള ഇതാക്കാണ്. കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള നമുക്ക് പറയാം. സോ ഇത്രയാണുള്ളത്. ഇനി ഈ 16 സോണിലെയും വേക്കൻസികൾ നമുക്ക് നോക്കാം. എന്താ വരിക? ഞാൻ ഇവിടെ 16 സോണുകളുടെയും വേക്കൻസി കൊടുത്തിട്ടുണ്ട്. 16 സോണുകളുടെയും വേക്കൻസി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 32,000 വേക്കൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഏതിനകത്താണ്? ചണ്ഡീഗഡിലാണ്. നോർത്തേൺ റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്.
ഇനി അത് കഴിഞ്ഞാലോ രണ്ടാമത് വേക്കൻസി ഉള്ളത് വെസ്റ്റേൺ റെയിൽവേ അഹമ്മദാബാദിലാണ്. എവിടെ? അഹമ്മദാബാദ്. വെസ്റ്റേൺ റെയിൽവേ അഹമ്മദാബാദിൽ രണ്ടാമത്. ഓക്കെ, മൂന്നാമതുള്ളത് എവിടെയാ? മൂന്നാമതുള്ളത് മുംബൈയില് 3244. നാലാമത് ഏറ്റവും കൂടുതലുള്ളത് ചെന്നൈയില്, അഞ്ചാമത് ഏറ്റവും കൂടുതലുള്ളത് ഗുവാഹട്ടിയില്, ആറാമത് ഏറ്റവും കൂടുതലുള്ളത് പ്രയാഗ്രാജില്. സോ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ചണ്ഡീഗഡിലാണ്. പിന്നെ അവിടെ പോയി അഹമ്മദാബാദിൽ പോയി, പിന്നെ മുംബൈ, പിന്നെ ചെന്നൈ, പിന്നെ ഗുവാഹട്ടി, പിന്നെ പ്രയാഗ്രാജ്, UP-യിലുള്ള പ്രയാഗ്രാജ്. ഇത്രയും ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണുകൾ. ഇനി ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളിടത്ത് അപ്ലൈ ചെയ്താൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലല്ലേ? കൂടുതലാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ചണ്ഡീഗഡിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വീടിന്റെ അടുത്ത് ജോലി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ജോലിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ചണ്ഡീഗഡിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെയും ഒരു കാര്യം കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. അവിടെ വേക്കൻസി കൂടുതലുള്ളപ്പോൾ കൂടുതൽ കുട്ടികൾ അവിടെ പോയി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴും വേക്കൻസി കൂടുതലായതുകൊണ്ട് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചണ്ഡീഗഡിലാണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഇൻപുട്ട് കിട്ടിയ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ചണ്ഡീഗഡിലാണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് അഹമ്മദാബാദ്, മൂന്നാമത്തത് മുംബൈ, നാലാമത്തത് ചെന്നൈ. ചെന്നൈ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ചെന്നൈയില് 2694 വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് സൗത്തിൽ ഏതിനാ കൂടുതലുള്ളത് നോക്കാം. സോ സൗത്ത് ഇന്ത്യയിലെ വേക്കൻസി നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8, 6, 15, 10, 7 ഇത്രയും പേരുടെ വേക്കൻസി നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? ചെന്നൈയിലാണ് ഏറ്റവും കൂടുതലുള്ളത്, 2694 വേക്കൻസി. അടുത്തത് ബാംഗ്ലൂരില് 503 വേക്കൻസിയേ ഉള്ളൂ. സെക്കന്ദരാബാദില് 1642 വേക്കൻസി. മുംബൈയില് 3244 വേക്കൻസി. ഭുവനേശ്വറില് അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഏകദേശം ഒഡീഷയുടെ ഭാഗത്ത് കുറച്ച് ദൂരെയാണ്, ഞാൻ അവിടെ കൺസിഡർ ചെയ്യുന്നു, സൗത്തിന്റെ അടുത്താണല്ലോ, അവിടെയും 964 വേക്കൻസി ആണ് ഉള്ളത്. സോ സൗത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള മുംബൈയില്, രണ്ടാമത് ചെന്നൈ, മൂന്നാമത് സെക്കന്ദരാബാദ്, നാലാമത് ഭുവനേശ്വർ, അഞ്ചാമത് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ഒഴിവ് പൊതുവേ കുറവാണ്, വളരെ കുറവാണ്, 500 ഒഴിവേ ഉള്ളൂ. ചെന്നൈ വെച്ച് നോക്കുമ്പോൾ 5 ഇരട്ടി താഴെയാണ്. ബാംഗ്ലൂരിന്റെ 5 ഇരട്ടി ചെന്നൈയിൽ ഉണ്ട് ഒഴിവ്. ഓക്കെ, സോ ഇനി നമുക്ക് മൊത്തത്തിൽ കൺസിഡർ ചെയ്യാം. ഈ ഫുൾ വേക്കൻസിനെ ചെന്നൈ വെച്ച് നമ്മുടെ വീട്ടിന്റെ ദൂരം വെച്ചിട്ടൊന്ന് അളന്നു നോക്കാം. ഏറ്റവും കൂടുതലുള്ളത് ചെന്നൈ ഒന്നാമത് വന്നു. നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ളത് ഏതാ? ചെന്നൈ അല്ലേ? പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ളത് ഏതാ? അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്തുള്ളത് ഏതാ? ബാംഗ്ലൂര്. സോ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ചെന്നൈയിലാണ്. മൊത്തത്തിൽ 4ാം സ്ഥാനവും നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനവും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ചെന്നൈയിലാണ്. പിന്നെ മുംബൈയിൽ വേക്കൻസി ഉണ്ടെന്ന് പറയാം, പക്ഷെ കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ ചെന്നൈയിൽ 2700 അടുത്ത് വേക്കൻസിയും ഇവിടെ 3300 അടുത്ത് വേക്കൻസി നോക്കുമ്പോൾ ചെന്നൈയാണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ കേരളത്തിന്റെ തൊട്ടടുത്തുള്ള 5 പേരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ദൂരം വെച്ചിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചെന്നൈയാണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഒഴിവുകൾ വെച്ച് നോക്കുമ്പോൾ ചെന്നൈയാണ് നല്ല ഓപ്ഷൻ നിൽക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ചെന്നൈ വീടിന് അടുത്തുള്ള ഏറ്റവും നല്ല ചെന്നൈ നോക്കാം. കുറച്ചുകൂടെ ദൂരം നോക്കിയാൽ മുംബൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മുംബൈയിൽ മുംബൈയിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ കോമ്പറ്റീഷൻ കൂടും. ചെന്നൈയിലും നമ്പർ കൂടുന്നതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോഴും ഭുവനേശ്വർ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഈ 3 പേരെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 1000ന്റെ മുകളിൽ ഉള്ള 3 പേരെ നമ്മുടെ അടുത്തുള്ളൂ, വീടിനടുത്ത്. ഒന്ന് ചെന്നൈ, രണ്ടാമത് മുംബൈ, മൂന്നാമത്തത് സിക്കന്ദരാബാദ്. ഈ 3 പേരെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. തൽക്കാലം ഞാൻ ബാംഗ്ലൂരിനെയും ഭുവനേശ്വറിനെയും നെഗ്ലക്ട് ചെയ്യാണ്. പക്ഷെ ഇവർ രണ്ടുപേർക്കും ഒരു എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ട്. കാര്യം എന്താ? ഒഴിവ് കുറവാണ്, അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവായിരിക്കും. ആ ഒരൊറ്റ ബെനിഫിറ്റേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒഴിവ് അത്ര കുറഞ്ഞാലും ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂരോ ഭുവനേശ്വറിലോ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഒഴിവ് കുറവാണ്. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധ്യത കൂടുതൽ ചെന്നൈയും മുംബൈയും സിക്കന്ദരാബാദുമാണ്. ഇനി ഇതിലും നമ്മൾ എന്ത് നോക്കണം? മെഡിക്കൽ സ്റ്റാൻഡേർഡും നമ്മൾ വിചാരിക്കുന്ന പോസ്റ്റ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. സോ നമുക്ക് വേക്കൻസിയുടെ ഫസ്റ്റ് പ്രശ്നം സോൾവ് ആയി. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ വീടിന്റെ അടുത്ത്, പിന്നെ മുംബൈയിലാണ് കൂടുതൽ, പിന്നെ സിക്കന്ദരാബാദിലാണ് കൂടുതൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെന്നൈയിലെ അല്ലെങ്കിൽ സദേൺ റെയിൽവേയില് മൊത്തം 2694 വേക്കൻസീസ് ഉള്ളത്. ഇനി എന്റെ മെഡിക്കൽ വെച്ചിട്ട് ഞാൻ ഫിറ്റ് ആവുന്ന, എനിക്ക് എഴുതാൻ പറ്റുന്ന എത്ര വേക്കൻസിയിലേക്കാന്ന് നോക്കാം. ഞാൻ A2 ഉള്ള ആള്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ, അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റാൻഡേർഡ്സിന് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, പോസ്റ്റ് അനാലിസിന്റെ. A2 ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാം. ഈ 2694 വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാം.
എനിക്ക് A3 മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് അവിടെ 199 വേക്കൻസീസ് കുറഞ്ഞിട്ട് 2495 വേക്കൻസിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താ, പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിന്, ഇന്നലത്തെ പോസ്റ്റ് അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോയിന്റ്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിന് A2 വേണം. സോ A2 ഇല്ലാത്ത ആൾക്കാർക്ക് പോയിന്റ്സ്മാൻ കിട്ടില്ല. മനസ്സിലായില്ലേ? സോ അതുള്ള വേക്കൻസി ഉള്ള പോസ്റ്റിൽ സോൺ, അത് കൂടുതലുള്ള സോൺ നോക്കി പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല. അതുപോലെ ഏറ്റവും താഴത്തത് C1 ആണ്. നിങ്ങൾ C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിൽ ആകെയുള്ള വേക്കൻസി 593 വേക്കൻസിയാണ്. അതുപോലെ നിങ്ങൾ C1 മാത്രമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സിക്കന്ദരാബാദിലുള്ള വേക്കൻസി 124 വേക്കൻസിയാണ്. നിങ്ങൾ C1 മാത്രമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മുംബൈയിലുള്ള വേക്കൻസി 637 വേക്കൻസിയാണ്. സോ C1 ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മുംബൈയിലാണ്. പക്ഷേ ഏകദേശം സെയിം വേക്കൻസി, ഏകദേശം 30 വേക്കൻസി കുറവ് ചെന്നൈയിലുണ്ട്. സോ ചെന്നൈയാണ് C1 ഉള്ളവർക്ക് നല്ലത്. ഓക്കെ, മുംബൈയിൽ എത്രയുള്ളത്? 637, ചെന്നൈയിൽ 637 മുംബൈയിലുണ്ട്, ചെന്നൈയിൽ 593 ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈയിൽ കൊടുക്കുന്നതല്ലേ നല്ലത്. 40 വേക്കൻസിയുടെ അടുത്ത് മാത്രമല്ലേ മാറ്റുള്ളൂ, ഏകദേശം 40യുടെ ഉള്ളിലല്ലേ മാറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ C1 മാത്രമുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് C1 മാത്രമുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെന്നൈ ആയിരിക്കും. കാര്യം എന്താ, ഒഴിവിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ കൂടുതലാവാട്ടോ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കോമ്പറ്റീഷൻ ആ ഏരിയയിൽ കൂടുതലായിരിക്കും. നമുക്ക് കട്ട് ഓഫ് പോകുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. ആ കൊല്ലത്തെ അവസ്ഥ അനുസരിച്ചിരിക്കും. ആ കൊല്ലം ആ സോണിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ അനുസരിച്ചല്ലേ കോമ്പറ്റീഷൻ വരിക, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ C1 ഉള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ചെന്നൈ ആണ്. ആരെ കൺസിഡർ ചെയ്യുമ്പോൾ, സൗത്തിലുള്ള 3 മെയിൻ സോണുകളെ കൺസിഡർ ചെയ്യുമ്പോൾ, മെയിൻ 3 RRB കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ചെന്നൈ ആണ്. മുംബൈനെ വെച്ച് നോക്കുമ്പോൾ ചെന്നൈ ആണ് ഭേദം. 40 വേക്കൻസി കുറവാണെങ്കിലും ദൂരം വെച്ച് നോക്കുമ്പോൾ ഏതാ നല്ലത്? ചെന്നൈ ആണ് നല്ലത്. ചെന്നൈ എല്ലായിടത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ എല്ലാവരും നോക്കുക, B1 ഉള്ള ആൾക്കാരും B1 + C1 ഉള്ള ആൾക്കാരും, അത് B1 ഉള്ള ആൾക്കാർക്ക് ഏകദേശം 2400 ഒഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ഈ 3 റെയിൽവേസിലും 3 സോണുകളിലും ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കുക. C1 ഉള്ള ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ ചെന്നൈയാണ് നല്ലതെന്ന്, അതുപോലെ B1 ഉള്ള ആൾക്ക് ഒഴിവ് കൂടുതൽ എവിടെയാണെന്ന് നോക്കുക, അതുപോലെ C1 + B1 ഉള്ള കൂടുതൽ ഒഴിവുള്ള നോക്കുക. A2 മാത്രം വേണ്ട ആൾക്കാർ, അതായത് പോയിന്റ്സ്മാൻ മാത്രം വേണ്ട ആൾക്കാർക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്? പോയിന്റ്സ്മാൻ 199 വേക്കൻസിയാണ് എവിടെ ഉള്ളത്? ചെന്നൈയിലുള്ളത്. 209 വേക്കൻസിയാണ് സിക്കന്ദരാബാദിലുള്ളത്. 414 വേക്കൻസിയാണ് മുംബൈയിലുള്ളത്. പൊതുവേ ചെന്നൈനേക്കാൾ കൂടുതലാണ് സിക്കന്ദരാബാദിൽ, പക്ഷെ പോയിന്റ്സ്മാൻ കൂടുതലുള്ളത് എവിടെയാ? സിക്കന്ദരാബാദിലാണ്. സോ പോയിന്റ്സ്മാൻ ജോലി ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സിക്കന്ദരാബാദിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ സിക്കന്ദരാബാദിലെ മൊത്തം 1600 വേക്കൻസിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ പോയിന്റ്സ്മാൻ കൂടുതലുള്ളത് എവിടെയാ? സിക്കന്ദരാബാദിലാണ്. നിങ്ങൾക്ക് പോയിന്റ്സ്മാനാണ് വേണ്ടതെങ്കിൽ ഓക്കെ, അങ്ങനെയും നോക്കാം. ഞാൻ പറയുന്നത് നമുക്ക് സജസ്റ്റ്, അതിനകത്ത് നമുക്ക് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെന്നൈയിൽ ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ വേക്കൻസി, ഏകദേശം ഇരട്ടിയോളം വേക്കൻസീസ്, ഇരട്ടിയിൽ കൂടുതലില്ല, ഏകദേശം ഇരട്ടിയോളം വേക്കൻസീസ് ചെന്നൈയിൽ ഉണ്ട് സിക്കന്ദരാബാദിനെ വെച്ച് നോക്കുമ്പോൾ. സോ ചെന്നൈ ആയിരിക്കും വേക്കൻസി വെച്ച് നോക്കുമ്പോഴും, അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോഴും ചെന്നൈ ആയിരിക്കും. കേരളത്തിന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോഴും ഈ 3 ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ചെന്നൈ ആയിരിക്കും ഇതുവരെ നല്ലത്. കോമ്പറ്റീഷനിൽ മാറ്റം വരാം. സിക്കന്ദരാബാദിലെ ഒഴിവ് കുറവുള്ളതുകൊണ്ട് ചിലപ്പോൾ പിള്ളേർ കുറച്ച് അവിടെ എഴുതിയിട്ട് കൂടുതൽ പേര് ചെന്നൈയിലേക്ക് വരാം, അതിന് സാധ്യതയുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒഴിവ് വെച്ച് നോക്കുമ്പോൾ ചെന്നൈയാണ് ഇപ്പൊ നിലവിൽ. ചെന്നൈ, മുംബൈ, സിക്കന്ദരാബാദ് വെച്ച് നോക്കുമ്പോൾ ഈ 3 ക്രൈറ്റീരിയയിൽ ഏത് കേരളത്തിന്റെ അടുത്ത് പോസ്റ്റ്, ഈ പറഞ്ഞ പോസ്റ്റിന്റെ നമ്പർ കൂടുതൽ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്? ചെന്നൈയാണ് നമുക്ക് മലയാളികൾക്ക് അടുത്തുള്ളത്. മുംബൈ കൊടുത്താൽ കേരളത്തിന്റെ അടുത്ത് കിട്ടില്ല എന്നുള്ളൂ, ഒഴിവ് കൂടുതൽ മുംബൈയിലാണ്, കേരളത്തിൽ നിന്ന് കുറച്ച് ദൂരെ പോകുന്നേ ഉള്ളൂ. സോ മുംബൈയും ചെന്നൈയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ചെന്നൈയാണ് കേരളത്തിന്റെ അടുത്തുള്ളത്, മുംബൈ കുറച്ച് ദൂരെയാണ് കേരളം വെച്ച് നോക്കുമ്പോൾ. വേറെ നമ്മൾ കേരളത്തിന് അടുത്തുള്ള ഒന്നും കൺസിഡർ ചെയ്യേണ്ട. കാര്യം ബാംഗ്ലൂരും പിന്നെയുള്ള ബാംഗ്ലൂരിലും ഭുവനേശ്വറിലും ഒഴിവ് വളരെ കുറവാണ്. ഓക്കെ, ഏതാണ്ട് C1 ഒഴിവേ ബാംഗ്ലൂരിൽ മൊത്തമുള്ളൂ. ചെന്നൈയിൽ C1 ഒഴിവേ, അല്ലെങ്കിൽ ചെന്നൈയിലെ 2 പോസ്റ്റുകൾക്കുള്ള ഒഴിവേ എവിടെയുള്ളൂ? മൊത്തം ബാംഗ്ലൂരിലുള്ളൂ. ഓക്കെ, ഏതാണ്ട് 5 ഇരട്ടിയോളം താഴെയാണ്. സോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബേസിക്കലി സദേൺ റെയിൽവേയില് URന്റെ വേക്കൻസി, അൺറിസർവ്ഡ് ജനറലിന്റെ വേക്കൻസി 1000 ആണ്. നമ്മൾ ഈ 2694 1000 വേക്കൻസി URന്, SCക്ക് 300 വേക്കൻസി, STക്ക് 229 വേക്കൻസി,
OBCക്ക് 698 വേക്കൻസി, EWSന് 279 വേക്കൻസി. ഇത്രയും വേക്കൻസീസ് ഉണ്ട്. സോ എല്ലാവർക്കും വേറെ വേറെ വേക്കൻസീസ് ഉള്ളത്. ജനറലാർക്ക് 1000 വേക്കൻസി, 1089 വേക്കൻസി ഉള്ളൂ. അതുപോലെ തന്നെയാണ് സിക്കന്ദരാബാദിലും 710 വേക്കൻസി ജനറലിനുള്ളൂ. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ ജനറൽ ആര് നോക്കുമ്പോൾ കൂടുതൽ വേക്കൻസി ഉള്ളത് മുംബൈയിൽ കൂടുതൽ വേക്കൻസി ഉണ്ട്, അവിടെയും ചെന്നൈയിലാണ് സിക്കന്ദരാബാദിനേക്കാൾ കൂടുതൽ വേക്കൻസി വരിക. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, മുംബൈയിൽ അതിലും കൂടുതലുണ്ട്, പക്ഷെ മുംബൈ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരമായതുകൊണ്ട് നമുക്ക് മുംബൈനെ ആ ഒരു കാര്യത്തിൽ പുറകോട്ട് വെക്കേണ്ട വരും. ആ കാര്യം പ്രശ്നമില്ലാത്തവർക്ക് മുംബൈ കൊടുക്കാം. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നലത്തെ പോസ്റ്റ് പ്രിഫറൻസ് വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ജോലിയുടെ സ്വഭാവം, ജോബ് നേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ പോയിന്റ്സ്മാൻ വെക്കാം, പിന്നെ SNT വെക്കാം, അതനുസരിച്ചുള്ളത് വെക്കാം, പിന്നെ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ ആൾക്കാർ, ഈ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പിന്നെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ പോസ്റ്റുകളും ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. സോ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, അതല്ല നിങ്ങൾ വർക്ക്ഷോപ്പാണോ താല്പര്യം, അതിൽ തന്നെ നിങ്ങൾക്ക് ഫീൽഡിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള പണികളും ജോലികളും ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുള്ള ജോലികൾക്ക് അതനുസരിച്ച് സാലറി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ട്രാക്ക് മെയിൻ്റെനറിനെല്ലാം അലവൻസ് വളരെ കൂടുതലാണ് ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ. റിസ്ക് അലവൻസും ബാക്കി എല്ലാ അലവൻസും കൂടുതലാണ്. സോ അവിടെ ജോലി ബുദ്ധിമുട്ടാവുമ്പോൾ അലവൻസ് അതുപോലെ അല്ലെങ്കിൽ സാലറി അതുപോലെ കൂടും എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. ഒരു ജോലിയും മോശമല്ല, ചില ജോലികളുടെ ജോബ് നേച്ചർ വ്യത്യാസമുണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസുകളും സാലറിയിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് ഉണ്ടാവും. ഒരു ജോലിയും മോശമല്ല, പക്ഷെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും വച്ചിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റ് പ്രിഫറൻസ് സെറ്റ് തന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി വയ്ക്കാം. ഓക്കെ, ഓരോ പോസ്റ്റിനെ പറ്റിയും ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും. സോ പോസ്റ്റ് പ്രിഫറൻസ് സെറ്റ് ആണ്. സോ ബേസിക്കലി മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ C1 ഉള്ള കുട്ടികൾക്ക് ചെന്നൈയാണ് നല്ലത് നമ്മൾ പറഞ്ഞു. മൊത്തത്തില് കേരളത്തിന്റെ അടുത്തുള്ളവർക്കും ചെന്നൈയാണ് നല്ലതെന്ന് നമ്മൾ പറഞ്ഞു. വേക്കൻസി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാൻ നേരത്ത് പോയിന്റ്സ്മാൻ ആണ് കൂടുതൽ താല്പര്യമുള്ളവർ എന്നുണ്ടെങ്കിൽ പോയിന്റ്സ്മാൻ കൂടുതൽ ഒഴിവ് ഉള്ള സ്ഥലത്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ പോയിന്റ്സ്മാൻ ചെന്നൈനേക്കാൾ കൂടുതൽ സിക്കന്ദരാബാദിലാണ്. സോ ചെന്നൈക്കാണ് ഏറ്റവും ഒഴിവ് കൂടുതൽ എന്ന് വെച്ച് ചെന്നൈയിൽ വയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പോയിന്റ്സ്മാൻ വേണ്ട ആൾക്കാർക്ക് സിക്കന്ദരാബാദിൽ വയ്ക്കാം. പോസ്റ്റും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ അനക്സ്റ്റർ ബി നോട്ടിഫിക്കേഷൻ അനക്സ്റ്റർ ബിയിൽ നിങ്ങൾക്ക് വേണ്ട സോൺ എടുക്കുക, ആ സോണില് നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകളുടെ ഒഴിവ് കൂട്ടി നോക്കുക, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. 16ഓളം സോണുകളുണ്ട്, 14ഓളം പോസ്റ്റുകളുണ്ട്. വളരെ എളുപ്പമാണ്. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ചെയ്യാൻ നേരത്ത്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇനി കേരളത്തിൽ പോസ്റ്റിംഗ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു സതേൺ റെയിൽവേ സോണിൽ കൊടുത്താൽ RRB ചെന്നൈ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ ഏത് സോണിൽ കൊടുക്കുന്നോ ആ സോണിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ, ഉറപ്പിച്ചോളൂ. സതേൺ റെയിൽവേ ആണെങ്കിൽ ചെന്നൈ തിരുവനന്തപുരം ഉൾപ്പെടുന്ന ആ ഒരു ഏരിയയിലേ കിട്ടുള്ളൂ, അതിലൊരു ഡൗട്ടും ഇല്ല. സോ RRB ചെന്നൈയും സോൺ സൗത്ത് റെയിൽവേയും ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ only if we apply at RRB ചെന്നൈ there are chances, നമുക്ക് ചാൻസ് ഉണ്ട് എന്ത് കിട്ടും, എവിടെ, ട്രിവാൻഡ്രത്ത് കിട്ടാൻ അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, വർക്ക്ഷോപ്പ്, ലോക്കോ ഷെഡ്, കാരിയർ വാഗൻ, ലോക്കോ ഷെഡ്, വീണ്ടും വർക്ക്ഷോപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ജോലികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ വർക്ക്ഷോപ്പുകൾ കേരളത്തിൽ ഇല്ല. സോ എന്തായാലും ആ ജോലികൾ ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലായിരിക്കും. ഓക്കെ, ഏതൊക്കെ ജോലികളാ? ബേസിക്കലി ഞാൻ ഈ പറയുന്ന ജോലികൾ ഒഴിച്ചിട്ടുള്ള വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടതും പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊന്നും കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ ഒന്ന് പോയിന്റ്സ്മാൻ, ഗേറ്റ് കീപ്പർ എല്ലാം ഉൾപ്പെടുന്ന പോയിന്റ്സ്മാൻ ജോലി കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അസിസ്റ്റന്റ് SNT പൊതുവേ നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെയുള്ള ഏരിയാസിലാണ് കിട്ടാറ്. സോ നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസും അസിസ്റ്റന്റ് TL&AC ഇതും കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. TL&AC ചിലപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യേണ്ടതും എല്ലാം വന്നേക്കാം, പക്ഷെ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഇനി ഇത്രയും ആൾക്കാര് നമ്മൾ പോസ്റ്റ് പ്രിഫറൻസിൽ താഴെ വെച്ച ആൾക്കാരാണ്. ഇവർക്ക് വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഫീൽഡ് വർക്ക് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഇതും അപ്ലൈ ചെയ്താൽ ഇവർക്ക് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് സാലറി കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു സാലറി അലവൻസ് കൂടുതലായിരിക്കും. വർക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ സാലറി കൂടുതലായിരിക്കും. അതിന്റെ കൂടെ തന്നെ കേരളത്തിൽ കിട്ടാൻ സാധ്യതയും കൂടുതലാണ്. കാര്യം പി വേ നിങ്ങൾക്കറിയാം, പാളവുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ്. അത് കേരളത്തിലും കിട്ടാലോ. അതുപോലെ TRD കേരളത്തിൽ കിട്ടാം, ബ്രിഡ്ജ് കേരളത്തിൽ കിട്ടാം, ട്രാക്ക് മെഷീൻ, ഒരു മെഷീനിൽ ഇരുന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വർക്കേഴ്സ് പോകുന്നത്, ആ മെഷീനും കേരളത്തിൽ കിട്ടാം, ട്രാക്ക് മെയിൻറ്റൈനറും കേരളത്തിലെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടാം. പക്ഷെ ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ കിട്ടാൻ പാടാണ്. സോ കേരളത്തിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുന്നുള്ളവർക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ പ്രിഫറൻസ് വയ്ക്കാം. പക്ഷെ കേരളത്തിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഉറപ്പ് വേണം. ഞാൻ പറയുന്നത് നമുക്ക് എല്ലായിടത്തും വയ്ക്കാം. 14 പോസ്റ്റിലും നിങ്ങൾക്ക് വയ്ക്കുക, നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പാക്കുക. ആ ജോലി ഉറപ്പാക്കുന്നതിലൂടെ പിന്നീട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്, നമ്മുടെ ഇതിഹാസ് മാഷിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, GDCE LDCE എന്ന് പറയുന്ന 2 ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിലൂടെ നമുക്ക് പിന്നീട് ഉയർന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഉയർന്ന ജോലികളിലേക്ക് എത്താം. റെയിൽവേയിൽ കയറി കൂടുക, പിന്നെ അവിടുന്ന് കയറി പോവാന്ന് വിചാരിക്കുക. ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അതാണ് നിങ്ങളുടെ ഇത് വേണ്ടത്. 10ാം ക്ലാസ്സിലെ ജോലിയല്ലേ എനിക്ക് വേണ്ട എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ കയറി കിട്ടിയാൽ പിന്നെ അവിടുന്ന് കയറി പോകാന്നുള്ള ആത്മവിശ്വാസത്തോടെ പിന്നെയും വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കയറി പോവാം. സോ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ വേണ്ടി ആദ്യം ഇവരെ വേണമെങ്കിൽ വയ്ക്കാം, കേരളത്തിൽ കിട്ടാൻ വേണ്ടി. പക്ഷെ അതിലും ഈ പറയുന്ന ആൾക്കാരുടെ വർക്ക് ലോഡ് കുറച്ച് കൂടുതലായിരിക്കും. വർക്ക് ലോഡ് ഇൻ ദ സെൻസ് ഫീൽഡ് വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതനുസരിച്ച് സാലറിയും കൂടും. ഓക്കെ, ഞാൻ കൂടുതൽ കുഴപ്പിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. ഇതിന്റെ താഴോട്ട് ബാക്കിയുള്ള വർക്ക്ഷോപ്പുകൾ വയ്ക്കാം. പക്ഷെ അത് ചെന്നൈയിലായിരിക്കും ജോലി കിട്ടുക, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് എല്ലാവരും കിട്ടുക, തമിഴ്നാട്ടിലായിരിക്കും ജോലി കിട്ടുക. ഇത്രയും കാര്യം ഓർക്കുക. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്താ? RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കേരളത്തിൽ കിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, RRB ട്രിവാൻഡ്രത്തിന് ഗ്രൂപ്പ് D ഇല്ല. RRB ചെന്നൈക്ക് മാത്രമേ ഉള്ളൂ. സോ സദേൺ റെയിൽവേയില് ട്രിവാൻഡ്രത്ത് ജോലി കിട്ടണമെങ്കിൽ RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്യണം. RRB ട്രിവാൻഡ്രം ഈ തവണ വിളിച്ചിട്ടില്ല. ഗ്രൂപ്പ് D പരീക്ഷകൾ RRB ചെന്നൈ മാത്രമേ വിളിക്കാറുള്ളൂ. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലവും 2022 വിളിച്ചപ്പോഴും 2018 വിളിച്ചപ്പോഴും RRB ചെന്നൈയാണ് എന്ത് ചെയ്തത്? കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും, അതായത് സദേൺ റെയിൽവേയിലേക്ക് ഒഴിവുകൾ വിളിച്ചത് RRB ചെന്നൈ ആണ്. ഓക്കെ, ഈ തവണയും അങ്ങനെ തന്നെയായിരിക്കും. അത് ഓർത്തു വയ്ക്കാം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ ഈ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ആളെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. പ്രീവിയസ് കട്ട് ഓഫ് നോക്കണോ വേണ്ടയോ? പ്രീവിയസ് ഇയർ കട്ട് ഓഫിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എന്തെല്ലാം വെച്ചിട്ടാ? ഒന്ന്, നമ്പർ ഓഫ് വേക്കൻസി, എത്ര ഒഴിവുകൾ ഉണ്ട്. ഈ തവണ നോക്കുകയാണെങ്കിൽ 3200ഓളം ഒഴിവുകൾ ഉണ്ട്. 32,000 ഒഴിവുകളുണ്ട്. 32,428ഓളം ഒഴിവുകളുണ്ട്. ഏകദേശം 458ഓളം ഒഴിവുണ്ട്. ഏകദേശം 32,000 പിടിക്കാം നമുക്ക്. ഈ 32,000 ഒഴിവുകൾ വേണം. അതുപോലെ എത്ര കാൻഡിഡേറ്റ്സ് ഈ കൊല്ലം അപ്ലൈ ചെയ്യുന്നുണ്ട്? ഓക്കെ, എത്ര ലക്ഷം, എത്ര കോടി ആൾക്കാർ ഈ തവണ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുക. അടുത്തത് കഴിഞ്ഞ വട്ടം 1.89 കോടി കുട്ടികളാണ് അപ്ലൈ ചെയ്തത് 1 ലക്ഷം ഒഴിവുകൾക്ക് വേണ്ടിയിട്ട്. 2022 1 ലക്ഷം ഒഴിവുകൾക്ക് 1,89,00,000 കുട്ടികളാണ് അപ്ലൈ ചെയ്തത്. സോ അതനുസരിച്ച് മാറും. ഈ 32,000 ഒഴിവുകൾക്ക് എത്ര കുട്ടികൾ അപ്ലൈ ചെയ്യും എന്നതനുസരിച്ചും കട്ട് ഓഫ് മാറും. സോ ഒഴിവനുസരിച്ച് മാറും, കാൻഡിഡേറ്റ്സ് നമ്പർ അനുസരിച്ച് മാറും. അതുപോലെ ഡിഫിക്കൽട്ടി ഓഫ് പേപ്പർ, പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്. RRB ചെന്നൈയിലെ കുട്ടികൾ കൂടുതൽ മാർക്ക് മേടിച്ചാൽ കട്ട് ഓഫ് കൂടും. ഡിഫിക്കൽട്ടി ഓഫ് പേപ്പർ മാറുന്നതനുസരിച്ച് കഴിഞ്ഞ 2022 കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ഈ കൊല്ലം ചോദിക്കുന്ന പേപ്പറുകളെങ്കിൽ, മൊത്തത്തിൽ ഡിഫിക്കൽട്ട് ആയാൽ, കാര്യം കൊറോണ വന്നു, കൂടുതൽ കുട്ടികൾക്ക് ഇന്റർനെറ്റിന് ആക്സസ് കിട്ടി, കൂടുതൽ കോഴ്സുകൾ ഓൺലൈനായിട്ട് വന്നു, വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവസ്ഥയുണ്ട്. സോ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ കുറച്ച് കടുപ്പാൻ സാധ്യതയുണ്ട്. കാര്യം പിള്ളേരെല്ലാവരും പഠിക്കാൻ തുടങ്ങി, എല്ലാവരും ഇരുന്ന് പഠിക്കാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യാം? ഡിഫിക്കൽട്ടി ഓഫ് പേപ്പറും കൂടെ ബാധിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത്? വേക്കൻസി മാത്രമല്ല. സോ നമുക്ക് കട്ട് ഓഫ് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ കാര്യമില്ല. കട്ട് ഓഫ് ഓരോ കൊല്ലവും മാറിയാ വരുന്നത്. നമുക്ക് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. ചെന്നൈ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2022 നടത്തിയ പരീക്ഷയും 2019 നടത്തിയ പരീക്ഷയും 2022 1 ലക്ഷത്തോളം വേക്കൻസീസ് ഉണ്ടായി. 2018 62,000 വേക്കൻസീസ് ഉണ്ടായി. അത് ഈ തവണ ഉണ്ടാവുന്നതിന്റെ 2 ഇരട്ടി വേക്കൻസീസ് 2018 ഉണ്ടായി, 3 ഇരട്ടി വേക്കൻസി 2022 ഉണ്ടായി. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 2022 ചെന്നൈയിലെ കട്ട് ഓഫ് 60 ആയിരുന്നു.
ഓക്കെ, അപ്പൊ വേക്കൻസീസ് ചെന്നൈയിൽ എത്ര ഉണ്ടായി? 9000 വേക്കൻസീസ് ഉണ്ടായി. ഏകദേശം 10000 വേക്കൻസീസ് ഉള്ളപ്പോ 60 വന്നു. ഏകദേശം 3000 വേക്കൻസീസ് ഉള്ളപ്പോ എത്ര വന്നു? 71 മാർക്ക് വന്നു. ഈ തവണ ഏകദേശം 2600 വേക്കൻസീസ് അല്ലേ എവിടെ ഉള്ളത്? ഏകദേശം 2600 വേക്കൻസി ചെന്നൈയിലുള്ളത്. നമുക്കൊരു 70 മുതൽ 80 വരെ വരുമെന്ന് വിചാരിക്കാം. അതുപോലെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചെന്നൈയിൽ കണ്ടോ, വീണ്ടും 2000 പിള്ളേരെ അവിടെ ഉള്ളൂ, എന്നിട്ട് 62. അത്രയും കുറഞ്ഞ വേക്കൻസീസ് അവിടെ ഉണ്ടായിട്ടും 62 കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. ഓക്കെ, ആ സമയത്ത് 2000 തൊട്ട് മുകളിൽ 71, 10 മാർക്കിന്റെ വ്യത്യാസം വന്നു. സോ കട്ട് ഓഫ് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഏകദേശം സെയിം വേക്കൻസി ഉള്ളിടത്ത് കട്ട് ഓഫിൽ വലിയ മാറ്റം. സോ കട്ട് ഓഫ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കട്ട് ഓഫ് നോക്കി ഒരു സോൺ സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഒരു സോൺ സെലക്ട് ചെയ്യുക, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. മാർക്ക് ഏത് ആവറേജ് കുട്ടിക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ ഏത് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുടെ മുകളിൽ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതിയാവും. സോ ഇതിവിടെ കട്ട് ഓഫ് ബാധിക്കുന്നില്ല. കട്ട് ഓഫ് നമ്മൾ ഈ പ്രഡിക്ഷനിൽ വേണ്ട. സോൺ സെലക്ഷനിൽ കട്ട് ഓഫ് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. പൊതുവിൽ കട്ട് ഓഫ് കുറഞ്ഞ നോർത്തില് ഏതെങ്കിലും സോൺ ഉണ്ടാവും. നമുക്ക് ചെന്നൈ, ബാംഗ്ലൂര്, ചെന്നൈ, മുംബൈ, സിക്കന്ദരാബാദ്, തിരുവനന്തപുരത്ത് എക്സാം നടത്തുന്നില്ല. ഈ 4 പേര് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒഴിവുള്ള സ്ഥലവും അല്ലെങ്കിൽ കേരളത്തിന് അടുത്തുള്ളതും അങ്ങനെയുള്ള ക്രൈറ്റീരിയ നോക്കിയാൽ മതിയാവും. കട്ട് ഓഫ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കട്ട് ഓഫ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നോക്കേണ്ട കാര്യമില്ല. ഇനി ക്രൈറ്റീരിയകൾക്ക് തിരിച്ചു വന്നാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഓൾറെഡി പറഞ്ഞു, മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിങ്ങൾ ഒഴിവുകളെ മനസ്സിലാക്കുക. അത് വെച്ചിട്ട് ചെന്നൈയിലാണോ, സിക്കന്ദരാബാദ് ആണോ, മുംബൈ ആണോ, നിങ്ങൾക്ക് ഏതിൽ അപ്ലൈ ചെയ്യണത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാര്യം നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. അനെക്സ്റ്റർ ബി എടുത്ത് നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷനിൽ പോസ്റ്റ് പ്രിഫറൻസ്, നിങ്ങൾക്ക് വേണ്ട പോസ്റ്റും ഏറ്റവും കൂടുതൽ എവിടെയുള്ളതെന്ന് നോക്കുക. ഇനി ഇത് രണ്ടും പ്രശ്നമല്ലാത്ത കുട്ടികൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം, എനിക്ക് പ്രശ്നമല്ല, പോസ്റ്റ് ഞാൻ പ്രിഫറൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് അവൈലബിലിറ്റി അവിടെ കുഴപ്പമില്ല, എനിക്ക് പോയിന്റ്സ്മാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് കിട്ടിയാലും മതി, അല്ലെങ്കിൽ SNT കിട്ടിയാലും മതി, കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും കിട്ടിയാലും മതി എന്നുള്ള കുട്ടികൾക്ക് അതും പ്രശ്നം വരുന്നില്ല. ഇനി വേക്കൻസി വെച്ച് നോക്കുമ്പോൾ, ഇനി നിങ്ങളുടെ മനസ്സിൽ ജോലി കിട്ടിയാൽ മാത്രം മതി എന്നുള്ള കുട്ടികൾക്ക് വേക്കൻസി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ചണ്ഡീഗഡ് RRBയിലാണ് അവിടെ വയ്ക്കാം. പക്ഷെ കേരളത്തിന് അടുത്ത് കിട്ടില്ല. പിന്നെ രണ്ടാമത് അഹമ്മദാബാദ് ആണ്, അവിടെ വെക്കാം. പക്ഷെ നിയർനെസ് ഓഫ് കേരള വെച്ച് നോക്കുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. പിന്നെ കേരളത്തിനോട് ഏറ്റവും അടുത്തുള്ള വേക്കൻസി കൂടുതലുള്ളത് മുംബൈയിലാണ്. കേരളത്തിനോട് ഏറ്റവും അടുത്തുള്ള വേക്കൻസി രണ്ടാമത് കൂടുതലുള്ളത് ചെന്നൈയിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടത്, ഒരു ജോബാണ് ആദ്യം വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസി വെച്ച് മാത്രം അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് കേരളത്തിന്റെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ, RRB ചെന്നൈ. RRB ചെന്നൈയിൽ വച്ചാൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റുകളിൽ വച്ചാൽ മാത്രമേ കേരളത്തിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതും കൂടെ ഓർത്തു വയ്ക്കാം. ഓക്കെ, സോ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ മനസ്സിലാക്കി, പോസ്റ്റുകളെ മനസ്സിലാക്കി, കേരളത്തിനോടുള്ള അടുപ്പം മനസ്സിലാക്കി, പോസ്റ്റ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലും എത്തി. നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞ കൊല്ലത്തെയോ അതിന് മുമ്പത്തെ കൊല്ലത്തെയോ നോക്കിയിട്ട് കാര്യമില്ല. സെയിം പാറ്റേൺ അല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേരള PSC പോലെയല്ല. കേരള PSC ഒരൊറ്റ കട്ട് ഓഫേ വരുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 16 സോണിലും 16 കട്ട് ഓഫ് വരുന്നത്. സോ നമുക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലായി. നിങ്ങൾ ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ആ സമയത്ത് ഏറ്റവും താഴെയുള്ള C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മുംബൈ പോകേണ്ട കാര്യമേ ഇല്ല. കാര്യം മുംബൈയും ചെന്നൈയും ഒരേ വേക്കൻസിയാണ്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് ചെന്നൈയാണ്. അതിപ്പോ മെഡിക്കൽ വെച്ച് നോക്കിയാലും പോസ്റ്റ് വെച്ച് നോക്കിയാലും വേക്കൻസി വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് ചെന്നൈയാണ് നല്ലത്. ആ സമയത്ത് C1 ഉള്ള ഏറ്റവും ഉള്ള കുട്ടികൾക്ക് ശമ്പളം ഒരു പ്രശ്നമല്ല, സ്ഥലം ഒരു പ്രശ്നമല്ല, എനിക്ക് ജോലി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചണ്ഡീഗഡിൽ വെച്ചോളൂ. കുറച്ചും കൂടെ താഴെ വന്നാൽ മുംബൈയിൽ വെച്ചോളൂ. ഇങ്ങനെ വേണം സോൺ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ താഴെ നിങ്ങൾ ഓരോ കമന്റുകളായിട്ട് ചോദിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് പറ്റിയ സോൺ ഏതാണ്, എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് ഏതിൽ അപ്ലൈ ചെയ്യാം, എനിക്ക് ചണ്ഡീഗഡിൽ അപ്ലൈ ചെയ്യാം, അല്ല കേരളത്തിന് അടുത്ത് വേണമെങ്കിൽ ചെന്നൈ അപ്ലൈ ചെയ്യാം. അത്ര മോശമൊന്നുമല്ല, 4ാം സ്ഥാനത്താണ്. 16 പേരിൽ 4ാം സ്ഥാനത്ത് ചെന്നൈ ഉണ്ട്. ചെന്നൈ അത്ര മോശം സോണൊന്നുമല്ല, കൊടുക്കാം. അതനുസരിച്ച് കോമ്പറ്റീഷനും കൂടും. നമുക്കൊന്നും ചെയ്യാനില്ല, പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് കയറി പോകാൻ പറ്റും, ഉറപ്പാണ്. നല്ലോണം പഠിച്ചാൽ ഈ കോമ്പറ്റീഷൻ ഒരു പ്രശ്നമേ അല്ല, അത് ഓർക്കുക, അത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. സോ കോമ്പറ്റീഷൻ നോക്കിയിട്ട് സോൺ മാറ്റാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, സോ ചെന്നൈയിൽ വെക്കാം. അതല്ല, ഞാൻ B1 ഉള്ള ആളാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ചെന്നൈ അത്ര മോശമുള്ള ഓപ്ഷൻ അല്ല.
C1 ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെന്നൈയിലേക്ക് വരാം, തെറ്റില്ല, കേരളത്തിന് അടുത്താണ്. സോ ബേസിക്കലി ചെന്നൈ കേരളം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സോണാണ്. ആ സമയത്ത് ജോലി മാത്രം മതി എന്നുള്ളവർക്ക് ചണ്ഡീഗഡ് വയ്ക്കാം, തൊട്ട് താഴെയുള്ളവർക്ക് മുംബൈ വയ്ക്കാം. ഇതാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ ഇതിനകത്തുനിന്ന്. ഓക്കെ, സോ നിങ്ങൾ പോസ്റ്റ് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് ഇപ്പോ സോൺ ആദ്യം നിങ്ങൾ പോസ്റ്റ് തീരുമാനിച്ചു, പോസ്റ്റ് പ്രിഫറൻസ് തീരുമാനിച്ചു, ഒരു പേപ്പറിൽ എഴുതി വെച്ചു. അതായത് നിങ്ങൾ സ്വന്തം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒരു പേപ്പറിൽ എഴുതി വെച്ചു. എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒരു പേപ്പറിൽ എഴുതി വെച്ചു. എന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണെങ്കിൽ അല്ലെങ്കിൽ C1 ആണെങ്കിൽ എന്താണെന്ന് എഴുതി വെച്ചു. എന്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ ഞാൻ റെഡി എന്നുള്ളത് എഴുതി വെച്ചു. ആ ഒരു ഓർഡർ ഉണ്ടാക്കി വെച്ചു. ആ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിദ്യാഭ്യാസ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സോൺ ഏത് ഞാൻ സെലക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. ചെന്നൈ എങ്കിൽ ചെന്നൈ, ചണ്ഡീഗഡ് എങ്കിൽ ചണ്ഡീഗഡ്, മുംബൈ എങ്കിൽ മുംബൈ നിങ്ങൾ തീരുമാനിച്ചു. സേ ഞാൻ ചെന്നൈ തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം മുൻകൂട്ടി നമ്മൾ ഒരുപാട് മുന്നേ വീഡിയോ ചെയ്തേക്കുന്നതാണ്. അതിൽ SC ST സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത്, OBC സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത്, OBC NCL, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത്. ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഹൗ ടു അപ്ലൈ വീഡിയോ ഉടനെ വരുന്നുണ്ടാവും. എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുള്ള ഹൗ ടു അപ്ലൈ വീഡിയോ ഉടനെ വരുന്നുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, വളരെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. 22 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്. ഓക്കെ, SC സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ച്, അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് ആണ് അതിൽ ഒപ്പിച്ച്, EWS സർട്ടിഫിക്കറ്റ് ആണ് അത് ഒപ്പിച്ച് വെച്ച്, SLC എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇതിന് മുന്നേ ഏകദേശം ഒരു 10 ദിവസം മുന്നെങ്കിലും അപ്ലൈ ചെയ്ത് വയ്ക്കുക. അവസാനത്തെ റഷിലേക്ക് കാത്തിക്കാതിരിക്കുക. ഓക്കെ, സോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഈ തീരുമാനം നിർണായകമാണ്. ഈ തീരുമാനം വെച്ചിട്ടായിരിക്കും നിങ്ങൾ എവിടെയാണ് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതിരിക്കുക. നിങ്ങൾ എത്ര പഠിച്ചാലും, നിങ്ങൾക്ക് ഒരുപാട് ദൂരെ കിട്ടിയാലും, നിങ്ങൾക്ക് വിചാരിക്കാത്ത ഒരു കംഫർട്ട് അല്ലാത്ത ഏരിയയിൽ കിട്ടിയാലും ബുദ്ധിമുട്ടുണ്ടാവും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നീക്കി വെക്കുക. എന്നിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, നിങ്ങൾ ജോലിയിലെത്തും. ഓക്കെ, സോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ടാവും. ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ ഔട്ടിന്റെ വീഡിയോ ഇട്ടു, നമ്മൾ സോണും പോസ്റ്റിന്റെ വീഡിയോയും ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ഹൗ ടു അപ്ലൈ വീഡിയോ വരുന്നുണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ കയ്യും കെട്ടി മാറി ഇരിക്കരുത്. നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എങ്ങനെയാണ് ഗ്രൂപ്പ് ഡി പഠിക്കേണ്ടത്, ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഈ മാസങ്ങളെ, ഇനി കിട്ടാൻ പോകുന്ന മാസങ്ങളുടെ ഏകദേശ രൂപം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഓരോ മാസത്തെയും മാറ്റി വെക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടൂളുകളാണ്, എന്തൊക്കെ വഴികളാണ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ടാവും. അതുപോലെ ഓരോ സബ്ജക്റ്റിനും, അത് മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, കറണ്ട് അഫയർ ആയിക്കോട്ടെ, ഓരോ സബ്ജക്റ്റിന്റെയും ഓറിയന്റേഷൻസ് വരുന്നുണ്ടാവും. എങ്ങനെയാ പഠിക്കേണ്ടത്, അതിന് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ടാവും. ഓക്കെ, സോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് 25 ജനുവരിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളെല്ലാം നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം. നമ്പർ നമ്മളിവിടെ കാണിക്കുന്നുണ്ടാവും. നമ്പറിലേക്ക് ഡൗട്ടുകളെല്ലാം വിളിച്ചു ചോദിക്കാം. നമുക്കിനി പഠിക്കാനിരിക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും എല്ലാ ടൂളുകളും ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി തന്നെ തീരുമാനിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കുക, എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള ഓറിയന്റേഷൻ എല്ലാം കാണാം, എന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി സക്സസ് ബാച്ച് ഗ്രൂപ്പ് ഡിയുടെ ഒരെണ്ണം റണ്ണിങ് ബാച്ച് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി NTPC എക്സാം വരാൻ പോവാണ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ടിന്റെ ബണ്ടിൽ ബാച്ചും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് നിങ്ങളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇതുപോലുള്ള അപ്ഡേറ്റുകളും ഇതുപോലെ ക്വാളിറ്റി ക്ലാസ്സുകളും ക്വാളിറ്റി കണ്ടന്റ്സും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.